മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടും ബിറ്റ്കോയിനെ കുറിച്ചിട്ടുമാണ്. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബിറ്റ്കോയിൻ, ഇതിനകത്തിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ക്രിപ്റ്റോ കറൻസി? നമ്മൾ ഇപ്പോൾ ഒരു 500 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു 500 രൂപ നമുക്ക് കൈകൊണ്ട് തൊടാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാനൊന്നും തന്നെ സാധിക്കത്തില്ല. കാരണം ഇത് ക്യാഷിൻ്റെ ഒരു ഡിജിറ്റൽ ഫോമാണ്. ഡിജിറ്റൽ ഫോം ഓഫ് ക്യാഷിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്നും ഒരാൾ അമേരിക്കയിലേക്ക് പൈസ അയക്കുന്നതെന്ന് വെച്ചോളൂ, അതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ആശ്രയിക്കുന്നത് ബാങ്കിനെയാണ്. നമ്മൾ ബാങ്കിലേക്ക് പോകുന്നു, അതിനുശേഷം മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി സമയം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. എന്നാൽ ഡിജിറ്റൽ ക്യാഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ ഒരു മണി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഒരു ഡിജിറ്റൽ ക്യാഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിപ്റ്റോ കറൻസിക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറിയുടെ ആവശ്യമില്ല. അതായത് ഒരു മധ്യസ്ഥൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരാളുടെ നിന്ന് ഒരാൾക്ക് ഒരു ക്രിപ്റ്റോ കറൻസി സെൻഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്കതിൻ്റെ ബാങ്കിൻ്റെ ആവശ്യമില്ല. രണ്ടാമതായിട്ട് നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും എവിടേക്ക് വേണമെങ്കിലും ക്രിപ്റ്റോ കറൻസി സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കോ അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കോ എവിടേക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ബാങ്കിൻ്റെ ഒന്നും തന്നെ സഹായമില്ലാതെ ക്രിപ്റ്റോ കറൻസി അങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലെസ് ചാർജസ് ആണ്. ചെറിയ ചാർജിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഇത്രമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ മണി ഈ ഒരു ക്രിപ്റ്റോ കറൻസി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നമുക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസി തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഇതിന് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു ബാങ്കിനെ ആശ്രയിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. മണി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് അക്കൗണ്ട് തെറ്റി എന്ന് മനസ്സിലാവുന്നത്. അക്കൗണ്ട് തെറ്റിയെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് മുഖാന്തരം അയാളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മണി തിരിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ആരാണ് സെൻഡ് ചെയ്യുന്നതെന്നോ ആർക്കാണ് സെൻഡ് ചെയ്യുന്നതെന്നോ ഇതിന് ഇൻ്റർമീഡിയറി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആരെ കോൺടാക്റ്റ് ചെയ്യും? അതുകൊണ്ട് തന്നെ ഇതുവഴി നടക്കുന്ന ട്രാൻസാക്ഷൻ ഇപ്പോൾ തെറ്റിപ്പോയി വേറൊരാളുടെ അക്കൗണ്ടിൽ ചെന്നാലും ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ആർക്കാണ് സെൻഡ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിപ്റ്റോ കറൻസി ആർക്കെങ്കിലും തെറ്റായിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസി വീണ്ടും അയാളുടെ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഇതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോ കറൻസി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. കൂടുതലായിട്ടും ഡാർക്ക് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് മയക്കുമരുന്നുകളും അതുപോലെ തന്നെ വെപ്പൺസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും ഈ കൂടുതൽ ക്രിപ്റ്റോ കറൻസിയും ഉപയോഗിക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര് സെൻഡ് ചെയ്യുന്നതെന്നോ ആർക്കാണ് സെൻഡ് ചെയ്യുന്നതെന്നോ ഇതിൻ്റെ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ബാങ്കിനോ ഗവൺമെൻറ്റിനോ ഒന്നും തന്നെ ഇതറിയത്തില്ല. ഇതിനകത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അങ്ങനെ ബാങ്കിനോ ഗവൺമെൻറ്റിനോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലും നടക്കുന്നത് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലാണോ എന്നാണ്. പലരും പറയുന്ന പല വാർത്തകളും കേട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ പോകുന്നു, ഇത് ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. അപ്പോൾ പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലാണോ എന്നുള്ളത്. ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലാണ്, പക്ഷേ ഇതൊരു ലീഗൽ ടെൻഡർ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കടയിൽ കയറി ഒരു 500 രൂപയുടെ സാധനം മേടിക്കുകയാണ്. ഈ 500 രൂപയുടെ സാധനത്തിന് പകരം നമ്മൾ ക്രിപ്റ്റോ കറൻസി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കത്തില്ല. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസിക്ക് പകരം ഒരു ITCയുടെ സ്റ്റോക്കാണ് നമ്മൾ മേടിക്കുന്നത്. ITCയുടെ സ്റ്റോക്ക് 500 രൂപയ്ക്ക് ITCയുടെ സ്റ്റോക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ നമുക്ക് സാധനം തരത്തില്ല. മറിച്ച് 500 രൂപയുടെ നോട്ട് തന്നെ അല്ലെങ്കിൽ 500 രൂപയുടെ ഇന്ത്യൻ മണി തന്നെ കൊടുത്താലേ നമുക്ക് അയാൾ ആ ഒരു സാധനം തരത്തുള്ളൂ. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ റുപ്പിയിൽ ഇന്ത്യൻ ഗവർണറിൻ്റെ ഒരു ഒപ്പമുണ്ട്. നമ്മുടെ ഇപ്പോൾ 500 രൂപ ആയിരിക്കുന്നെങ്കിൽ ഈ 500 രൂപയ്ക്ക് നമുക്ക് എന്ത് സാധനം, ഈ 500 രൂപയ്ക്ക് വില മതിക്കുന്ന എന്ത് സാധനവും മേടിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്.
അതാണ് ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. നമുക്കൊരു അധികാരം തരുന്ന ആ ഒരു ഇതിനെയാണ് ലീഗൽ ടെൻഡർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്കോ അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ സ്റ്റോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആരും അത് എടുക്കത്തുമില്ല. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് മണി തന്നെ കൊടുത്താലേ ആൾക്കാരുടെ സാധനം നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിപ്റ്റോ കറൻസി ലീഗലാണ്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇനി നമ്മൾ മെയിനായിട്ടുള്ള ഭാഗത്തേക്ക് കിടക്കുകയാണ്. ബിറ്റ് കോയിൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ബിറ്റ് കോയിൻ? ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് പോപ്പുലറായിട്ടുള്ളൊരു ക്രിപ്റ്റോ കറൻസിയാണ്. 65% മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു പോപ്പുലർ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. 2008 ഈ ഒരു ബിറ്റ് കോയിന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ബിറ്റ് കോയിൻ ലോഞ്ച് ആയത് 2009 മിസ്റ്റർ സതോഷി നകാമോട്ടോ എന്ന ഒരു ഫൗണ്ടറാണ് ഈ ഒരു ബിറ്റ് കോയിന് ഉള്ളത്. പക്ഷേ ഈ ഒരു സതോഷി നകാമോട്ടോ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വ്യക്തിയാണോ ഒരു കമ്മ്യൂണിറ്റി ആണോ എന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നും പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടർ മരിച്ചു പോകുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇല്ലാതായി കഴിയുമ്പോഴത്തേന് ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നല്ല രീതിയിൽ കുറയുന്ന കാണാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ബിറ്റ് കോയിൻ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ സതോഷി നകാമോട്ടോ എന്ന് പറഞ്ഞ ഒരാളാണോ ഒരു കമ്മ്യൂണിറ്റി ആണോ ഇങ്ങനെ ഒരാളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും തന്നെ നമ്മൾ അറിയാത്തതിൻ്റെ കാര്യം ഇതാണ്. മാർക്കറ്റ് ക്യാപ്പ് ഈ ഒരു പ്രശ്നത്തിൽ ഒരിക്കലും ഈ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ ഇടിയല്ലെന്നുള്ളൊരിതിലാണ് ഇങ്ങനെ മിസ്റ്റർ സതോഷി നകാമോട്ടോ എന്ന് പറഞ്ഞ ഒരു ഇമാജിനേഷൻ ആയിരിക്കുമെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇമാജിനേഷൻ ഫൗണ്ടറിനെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ഈ ഒരു ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ എങ്ങനെ നടക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ഈ ഒരു ഇന്ത്യൻ മണി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിലുള്ള ഗോൾഡിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ കറൻസി പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബിറ്റ് കോയിന് അങ്ങനെ സാധിക്കത്തില്ല. ഗ്ലോബലായിട്ട് വേൾഡ് വൈഡായിട്ട് 21 മില്യൺ ബിറ്റ് കോയിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അത് ഗോൾഡിൻ്റെ വാല്യൂ കൂടിയാലും അല്ലെങ്കിൽ എന്ത് സാധനം കൂടിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇത്ര സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ബിറ്റ് കോയിൻ്റെ എണ്ണത്തെ നമുക്ക് കൂടാൻ സാധിക്കത്തില്ല. 21 മില്യൺ ബിറ്റ് കോയിൻ മാത്രമേ ഗ്ലോബലായിട്ട് വേൾഡ് വൈഡായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ബിറ്റ് കോയിൻ ട്രാൻസാക്ഷന് വേണ്ടി സഹായിക്കുന്ന വ്യക്തികളെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇപ്പോൾ സെൻട്രൽ നിന്ന് റിസീവറിലേക്ക് ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു സെർവറിൽ വരുന്നത് മെയിനായിട്ടും ഒരു മാത്തമാറ്റിക് പ്രോബ്ലമായിട്ടായിരിക്കും, ഒരു കണക്കായിട്ടായിരിക്കും ഇത് വരുന്നത്. ഇത് സോൾവ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സോൾവ് ചെയ്യേണ്ടത് സെൻഡറോ റിസീവറോ ഒന്നുമല്ല, മൈനേഴ്സാണ്. അതിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മൈനേഴ്സ് ഉള്ളത്. നമ്മൾ ഇത് സെൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാത്തമാറ്റിക് പ്രോബ്ലം അവരിലേക്ക് ചെല്ലുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടോ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താലോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഭയങ്കര ടഫായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും വരുന്നത്. ഇത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത്രയും പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മൈനേഴ്സ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇത്രയും കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും മെനക്കെട്ടി ഇവരിരുന്ന് ഈ ഒരു പണി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡോ റവന്യൂ ഒക്കെ കിട്ടിയാലല്ലേ ഇവരും ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മൈനേഴ്സിന് റിവാർഡായിട്ട് ബിറ്റ് കോയിനാണ് ലഭിക്കുന്നത്. ഇവർ ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്ത് ഓരോ ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ബിറ്റ് കോയിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് അവർക്ക് റിവാർഡായിട്ട് കിട്ടും. അതുകൊണ്ടാണ് മൈനേഴ്സ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഇനിയും ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. പലരും പറയാറുള്ളതാണ് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യും, പലരും പറയും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വോളട്ടൈലാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ അസ്ഥിരമാണ്, സ്ഥിരമല്ല എന്ന് പറയാം. ഇപ്പോൾ 500 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 500 രൂപയ്ക്ക് നമുക്ക് എന്ന് വേണമെങ്കിലും എന്ത് സാധനം 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്ത് വേണമെങ്കിലും മേടിക്കാം. എന്നാൽ ബിറ്റ് കോയിൻ ഇന്ന് 100 രൂപയാണെങ്കിൽ നാളെ 10,000 രൂപയായിരിക്കും വരാം. ചിലപ്പോൾ നാളെ 50 രൂപയിലേക്ക് അത് താഴാൻ ചാൻസ് ഉണ്ട്. അതായത് ബിറ്റ് കോയിൻ്റെ വാല്യൂ ഇങ്ങനെ കുറയുകയും കൂടുകയൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 2017 ഡിസംബറിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $19,000 ആയിരുന്നു. ഏകദേശം 14,3600 സംതിങ് ഇന്ത്യൻ മണിയായിരുന്നു നമ്മുടെ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.
$2020 മാർച്ചിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ $4000 ചുരുങ്ങിയിരുന്നു. അതായത് 2,95,500 സംതിങ് ആയിട്ട് അത് ചുരുങ്ങിയിരുന്നു. അതിനുശേഷം ഈ ഒരു മെയ്യിൽ ഈ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40,96,000 സംതിങ് ആയിട്ട് അത് കൂടിയിരുന്നു. അതായത് ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ ആണ് 21 മില്യൺ ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ അതിനകത്തിൽ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ 40 ലക്ഷം സംതിങ് ആണ്, 41 ലക്ഷത്തിനടുത്താണ്. ഇപ്പം ITC കമ്പനി 1 ലക്ഷം സ്റ്റോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു 1 ലക്ഷത്തിൽ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 214, 220 ഇപ്പം ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു നമ്മൾക്ക് നിൽക്കുന്നത്. അപ്പോൾ അതെന്തായാലും ആട്ടെ XOR Y. അപ്പോൾ എന്തായാലും അതിനകത്തിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റോക്കായിട്ടേ വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു സ്റ്റോക്കിന് നമ്മൾ 214 രൂപയ്ക്ക് മാത്രമേ ഈ 1 ലക്ഷത്തിൽ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിനായിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല. 0.1 ആയിട്ട്, അതായത് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. 0.1 ആയിട്ട് വാങ്ങിക്കാം, 0.2 ആയിട്ട് വാങ്ങിക്കാം, 0.23 ആയിട്ട് വാങ്ങിക്കാം. നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചിട്ട് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് ബിറ്റ് കോയിൻസ് ഫ്രാക്ഷൻസ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ഒരു ബിറ്റ് കോയിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ കൂടാതെ മറ്റ് ഇഷ്ടംപോലെ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളത് ഏകദേശം 65% മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ഈ ഒരു ബിറ്റ് കോയിനാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിനാണ്. അത് കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിറ്റ് കോയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മറ്റ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഈ ഒരു സാധനത്തെക്കുറിച്ചിട്ട് തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. കാരണം ഇതൊരു റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. വോളറ്റൈലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കാര്യമാണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും എല്ലാം തന്നെ വോളറ്റൈലാണ്. എപ്പോൾ വേണമെങ്കിലും പൈസ കൂടാനും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പൈസ മൊത്തമായിട്ട് നഷ്ടപ്പെടാനും ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ തന്നെ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള മറ്റ് ആപ്ലിക്കേഷൻസോ ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിറ്റ് കോയിനെ മേടിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസോ ഒന്നും തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.